ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലത്തെ നമ്മൾ നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതെല്ലാം നമ്മൾ പാനിൽ വെച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് പൊട്ടുന്നൊരു പരുവെത്തുമ്പോൾ നമുക്കതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങയൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഇളക്കുക. അതേപോലെ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലുണ്ടായിക്കോട്ടെ, നല്ല ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ വറുത്തരച്ച് വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാൻ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ. കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നല്ല സെറ്റായി കിട്ടുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുരിഞ്ഞ് വരുന്ന ഒരു പരുവെത്തണം കേട്ടോ. തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആവണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളെ തേങ്ങ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിഭാഗം കളറും മുകൾഭാഗം വൈറ്റ് കളറുമായി നിൽക്കുന്നതുകൊണ്ട് നല്ല കൈവെക്കാതെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി ലാസ്റ്റ് നമുക്ക് ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചിക്കൻ വേവിക്കുന്നതിലും കൂടെ മസാല ആഡ് ചെയ്യും. എന്നാലും ആ തേങ്ങയുടെ പച്ച മണം ഒന്ന് പോയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ഇവിടെ കഴുകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല അങ്ങനെ എല്ലാ മസാലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കും. അത് വിസിൽ വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ താളിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വേവുന്ന ടൈം ആകുമ്പോഴേക്ക് ഇതിന്ന് തണുത്ത് കിട്ടും. ആ ഒരു ടൈം നമുക്ക് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനിലേക്ക് കുറച്ച് സവോളയും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാന് ഒരു ചട്ടിയാണ് കേട്ടോ വെച്ചത്. അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കുക. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് കൊടുക്കുക. നിച്ചൂട്ടനാണ് കേട്ടോ സൈഡിൽ കൂടെ ഇതൊക്കെ ഇടുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ആ ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് വാടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അതേപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയിലിട്ടിട്ടുണ്ട്, ചിക്കനിലിട്ടിട്ടുണ്ട്, അതേപോലെ
എല്ലാ മസാലയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഉള്ളിയിലൊക്കെ പിടിക്കുന്നവരെ. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി മസാലയൊക്കെ ഒന്ന് സെറ്റാണ് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മസാലയൊക്കെ സെറ്റായതിന് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ തേങ്ങ ചൂടാറിയിട്ടുണ്ട്, നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ മസാലയൊക്കെ ഇടന്ന് നമ്മൾ ചിക്കനൊന്ന് സെറ്റാവട്ടെ. ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരച്ച് വെച്ച് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളി നാടൻ കോഴിക്കറി, വറുത്തരച്ച കോഴിക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അതേപോലെ നല്ല സ്മെല്ലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.